ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 കഴിഞ്ഞിട്ടും പഠിക്കാൻ പറ്റാണ്ട് നിങ്ങളിവിടെ വന്നിരിക്കുകയാണെങ്കിൽ എളുപ്പം കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടാക്കാനും പിന്നെ എളുപ്പം സംസാരിച്ചു തുടങ്ങാനും പറ്റിയ രീതിയിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷ് അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നൊരു കോഴ്സാണിത്. അപ്പോൾ ഇതിൽ ഒട്ടും ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രാമറൊക്കെ പഠിക്കണമെങ്കിൽ വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കാം. ഇതിൽ നമ്മൾ ഗ്രാമറൊന്നും അധികം എടുത്തു പറയുന്നില്ല. നമ്മളങ്ങ് സംസാരിച്ച് സാധാരണ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പറഞ്ഞ് പരിശീലിച്ച് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് 5 സെൻറ്റൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ 5 സെൻറ്റൻസ് നിങ്ങൾക്ക് ബാക്കി സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഓക്കെ, അപ്പോൾ 5 സെൻറ്റൻസ് ഉള്ളൂ. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, എന്നാലും നമുക്ക് ബേസിക് മുതൽ തുടങ്ങാം. ആദ്യത്തെ സെൻറ്റൻസ്, വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? പേരെന്താണ്, അതാണ് അതിൻ്റെ അർത്ഥം. നെയിം എന്ന് വെച്ചാൽ പേര്. എന്താണ് എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷിലുള്ള വാക്കാണ് വാട്ട്. അപ്പോൾ പേരെന്താണ് എന്ന് ചോദിക്കാൻ നിങ്ങളുടെ പേര് എന്ന് പറയണം, അതാണ് യുവർ, നിങ്ങളുടെ. വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ് ശീലിക്കണേ. നിങ്ങൾ എഴുതി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കില്ല. വായിൽ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സെൻറ്റൻസുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റിയിരിക്കും. അതാണ് ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത. ആ രീതിയിലാണ് ഉണ്ടാക്കിയേക്കണേ. വളരെ സിമ്പിളായിട്ട് തുടങ്ങണം കേട്ടോ. നമ്മൾ വാട്ട്സ് യുവർ നെയിം? പേരെന്താണ്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് പറയണം. ഐ ആം, ആ പേരങ്ങ് പറയാം. ഐ ആം മൈസെൽഫ് എന്നും പറയരുതേ, ഐ ആം ആ പേര്. ഓക്കെ, മൈ നെയിം ഇസ് എന്നും പറയാം കേട്ടോ. അതിപ്പോൾ നമുക്ക് പഠിക്കണ്ട. ഐ ആം, ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്താ പേരെന്ന്. വാട്ട്സ് യുവർ നെയിം അല്ലേ? വാട്ട്സ് യുവർ നെയിം? ഐ എം വിനി. ഐ എം വിനി. അപ്പോൾ അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണേ, വാട്ട്സ് യുവർ നെയിം? ഐ എം, ആ സംഭവം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ എഴുതുക കേട്ടോ. നിങ്ങളുടെ പേരൊക്കെ ഞാനൊന്ന് അറിയട്ടെ. വാട്ട്സ് യുവർ നെയിം? ഐ എം നിങ്ങളുടെ പേര്. അപ്പോൾ അത് ക്ലിയർ ആയോ? രണ്ടാമത്തത്, ഡു യു ഹാവ് കിഡ്സ്? ഡു യു ഹാവ് കിഡ്സ്? അപ്പോൾ ഇത് പറയുമ്പോൾ ഡു യു ഹാവ് കിഡ്സ് അങ്ങനെ എഴുതി ഇത് വായിക്കരുത്. ഞാൻ പറഞ്ഞത് കേട്ട് പറയാം കേട്ടോ. ഡു യു ഹാവ് കിഡ്സ്, ശരിക്കും ഈ ഡു യു എന്നുള്ളത് ജ്യൂ എന്നുള്ള സൗണ്ടാണ് വരിക. അപ്പോൾ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഡു യു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങുക. ഡു യു ഹാവ് കിഡ്സ്? അതിൻ്റെ അർത്ഥം എന്താ? കുട്ടികളുണ്ടോ നിങ്ങൾക്ക് എന്ന്. അപ്പോൾ വളരെ ചെറിയ കുട്ടികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് കുട്ടികളുണ്ടോ എന്നാണോ ചോദിക്കണേ. വലിയ ആൾക്കാരുടെ അടുത്താണ് കേട്ടോ ചോദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയാ കുട്ടികളില്ല എന്ന്? നോ, ഐ ഡോണ്ട് ഹാവ് കിഡ്സ്. നോ, ഐ ഡോണ്ട് ഹാവ് കിഡ്സ്. പറയോ? നോ, ഐ ഡോണ്ട് ഹാവ് കിഡ്സ്. കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ യെസ്, ഐ ഹാവ് എത്ര കിഡ്സ്. നിങ്ങൾക്ക് ഒരു കുട്ടിയാണെങ്കിൽ ഐ ഹാവ് എ കിഡ്. 2 കുട്ടികളാണെങ്കിൽ ഐ ഹാവ് 2 കിഡ്സ്. ഐ ഹാവ് 2 കിഡ്സ്. ഓക്കെ, ആദ്യം നമ്മൾ പഠിച്ചെന്താ? വാട്ട്സ് യുവർ നെയിം? ഡു യു ഹാവ് കിഡ്സ്? മൂന്നാമത്തത്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ നിങ്ങൾ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പോൾ ഉണ്ടെങ്കിലോ? യെസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. യെസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഇല്ലെങ്കിൽ നോ, ഐ സ്പീക്ക് മലയാളം. മലയാളമാണ് സംസാരിക്കുന്നതെങ്കിൽ നോ, ഐ സ്പീക്ക് മലയാളം. ക്ലിയർ ആയോ? 2 ചോദ്യം കൂടി ഉണ്ട്. വെൻ ഡു യു വേക്ക് അപ്പ്? എപ്പോഴാണ് നീ എണീക്കാറ്? വെൻ എന്ന് വെച്ചാൽ എപ്പോഴാണ്. വെൻ ഡു യു വേക്ക് അപ്പ്? എപ്പോഴാണ് ഉണരാറ്, എണീക്കാറ് കേട്ടോ. വേക്ക് അപ്പ്, ഉണരുക. വെൻ ഡു യു വേക്ക് അപ്പ്? അപ്പോൾ ഇവിടെ ഈ ഡൂ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അയ്യോ ഇത് എപ്പോഴാണ് ഡൂ വരണേന്നൊക്കെ ചോദിക്കാം, ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട. വെൻ ഡു യു വേക്ക് അപ്പ്? അപ്പോൾ എപ്പോഴും നിങ്ങൾ വേക്കപ്പ് ചെയ്യുക? 8 മണിക്കാണെങ്കിൽ എങ്ങനെ പറയുക? ഐ വേക്ക് അപ്പ് അറ്റ് 8. അല്ലെങ്കിൽ 6 മണിക്കാണെങ്കിൽ ഐ വേക്ക് അപ്പ് അറ്റ് 6. എല്ലാ ദിവസവും എന്ന് പറയാൻ എവറി ഡേ. ഐ വേക്ക് അപ്പ് അറ്റ് 6 എവറി ഡേ. 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 5-മത്തത്, എവിടെ താമസിക്കണേ നിങ്ങൾ? വേർ ഡു യു ലിവ്? വേർ എന്ന് വെച്ചാൽ എവിടെയാണ്.
വേർ ഡു യു ലിവ്? ലിവ് എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലമില്ലേ, ആ സ്ഥലം ഏതാണെന്ന് ചോദിക്കണേ. വേർ ഡു യു ലിവ്? വാസസ്ഥലം. വേർ ഡു യു ലിവ്? അപ്പോൾ എന്താ പറയുക? എവിടെയാ? ഐ ലിവ് ഇൻ കൊച്ചി. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കണമെന്ന് വെച്ചാൽ അത് പറയാം. ഐ ലിവ് ഇൻ കോട്ടയം, ഐ ലിവ് ഇൻ ട്രിവാൻഡ്രം, ഐ ലിവ് ഇൻ തൃശ്ശൂർ, ഐ ലിവ് ഇൻ കണ്ണൂർ. മനസ്സിലായോ? അപ്പോൾ 5 സെൻറ്റൻസ് ഇത്രയേ ഉള്ളൂ. ഈ 5 സെൻറ്റൻസ് വെച്ച് നമ്മളൊരു 10-20 സെൻറ്റൻസ് ഇപ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ 5 സെൻറ്റൻസ് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. നിങ്ങളുടെ പേരെന്താ? വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഇസ്, അല്ലെങ്കിൽ ഐ ആം എന്ന് വെച്ചിട്ട് ഉത്തരം പറയാം. ഡു യു ഹാവ് കിഡ്സ്? കുട്ടികളുണ്ടോ? ഡു യു ഹാവ് കിഡ്സ്? അപ്പോൾ ഉണ്ടെങ്കിൽ യെസ്, ഐ ഹാവ് 2 കിഡ്സ്. ഇല്ലെങ്കിൽ നോ, ഐ ഡോണ്ട് ഹാവ് കിഡ്സ്. ഐ ഡോണ്ട് ഹാവ് കിഡ്സ്. ഓക്കെ. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? സംസാരിക്കുമെങ്കിൽ യെസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഇല്ലെങ്കിൽ നോ, ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഐ സ്പീക്ക് മലയാളം. ഓക്കെ. വെൻ ഡു യു വേക്ക് അപ്പ്? വെൻ ഡു യു വേക്ക് അപ്പ്? I wake up at 6 every day. I wake up at 6 every day. Where do you live? എവിടെ താമസിക്കണേ? I live in കൊച്ചി. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി സ്ക്രീനിലുണ്ടാവും. ഇനി നമുക്ക് ഇതിൽ നിന്ന് വേറെ കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം കേട്ടോ. റെഡിയാണോ? അടുത്തത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ where do you live എന്ന് ചോദിച്ചില്ലേ? എവിടെയാണ് താമസിക്കുന്നത്? എന്താണെന്ന് പറയാൻ വേണ്ടി വാട്ട്. വാട്ട് ഡു യു ചെയ്യുന്നതെന്ന് പറയാൻ ഡു. വാട്ട് ഡു യു ഡു? വേർ ഡു യു ലിവ്? എവിടെയാണ് താമസിക്കുന്നത്? വാട്ട് ഡു യു ഡു? എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? ജോലി എന്താന്ന് കേട്ടോ. വാട്ട് ഡു യു ഡു? എൻ്റെ കൂടെ പറയണേ. വാട്ട് ഡു യു ഡു? ഇത് പറയുമ്പം നിങ്ങൾ ഓരോരോ വേർഡായിട്ട് വായിച്ചെടുക്കരുത്. ഞാൻ പറയണത് അങ്ങ് ഇമിറ്റേറ്റ് ചെയ്യാം. വാട്ട് ഡു യു ഡു? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ വരിക? വീട്ടിൽ വേറെ ജോലിയൊന്നുമില്ല, വീട് വൃത്തിയാക്കി കൊണ്ടു നടക്കുക, കുട്ടികളെയൊക്കെ പരിപാലിക്കുക, ഇതൊക്കെയാണ് ജോലിയെങ്കിൽ ഐ എം എ ഹോം മേക്കർ. അല്ലേ? വീട്ടുകാരെയൊക്കെ നോക്കണ്ടേ? അതൊരു വലിയ ജോലി തന്നെയല്ലേ? അപ്പോൾ ഐ എം എ ഹോം മേക്കർ. ഇപ്പം നിങ്ങളൊരു മരപ്പണിക്കാരനാണെങ്കിൽ ഐ എം എ കാർപ്പൻറ്റർ. നിങ്ങളൊരു ഷെഫാണെങ്കിൽ ഐ എം എ ഷെഫ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തൊഴിൽ എന്താണെന്ന് വെച്ചാൽ അത് പറയാം. എന്താ ചെയ്യണമെന്ന് എങ്ങനെ ചോദിക്കണേ? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു എന്ന് പറയണ്ട. വാട്ട് ഡു യു ഡു? അറ്റ് ഇല്ലേ വാട്ടിൻ്റെ എൻഡിലുള്ള, അത് കേൾക്കില്ല. വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? ഓക്കെ. നിങ്ങൾക്ക് പൂച്ചകളുണ്ടോ? എങ്ങനെ ചോദിക്കും? അപ്പം നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റൻസ് എന്ന് പറയാൻ പറ്റും. ഏത് സെൻറ്റൻസ് അത്? നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? അല്ലേ? ഡു യു ഹാവ് കിഡ്സ്? അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പൂച്ചകളുണ്ടോ എന്ന് ചോദിച്ചേ. ഡു യു ഹാവ് കാറ്റ്സ്? നിങ്ങൾക്ക് പൂച്ചകളുണ്ടോ? ഡു യു ഹാവ് കാറ്റ്സ്? ഡു യു ഹാവ് കാറ്റ്സ്? അങ്ങനെ പറയാം. ഡു യു ഹാവ് കാറ്റ്സ്? ക്ലിയർ ആയോ? അപ്പോൾ ഉണ്ടെങ്കിൽ യെസ്, ഐ ഹാവ് 2 കാറ്റ്സ്. 2 പൂച്ചകളുണ്ട്. ഐ ഹാവ് 2 കാറ്റ്സ്. ഇല്ലെങ്കിൽ നോ, ഐ ഡോണ്ട് ഹാവ് കാറ്റ്സ്. അടുത്തത്, നിങ്ങൾക്ക് മലയാളം സംസാരിക്കാൻ പറ്റുമോ? മലയാളം അറിയുമോ? ഡു യു സ്പീക്ക് മലയാളം? അല്ലേ? നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. മലയാളം സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് മലയാളം? ഡു യു സ്പീക്ക് മലയാളം? ജോലി സ്ഥലത്ത് മലയാളം സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ ഡു യു സ്പീക്ക് മലയാളം അറ്റ് വർക്ക്. അപ്പോൾ ആ വാക്ക് ചേർത്താൽ മതി. അറ്റ് വർക്ക്, ജോലി സ്ഥലത്ത് കേട്ടോ. ഡു യു സ്പീക്ക് മലയാളം അറ്റ് വർക്ക്? ഇംഗ്ലീഷ് ജോലി സ്ഥലത്ത് സംസാരിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് വർക്ക്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് വർക്ക്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ത് വരും? യെസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് വർക്ക്. അല്ലെങ്കിൽ മലയാളമാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ നോ, ഐ സ്പീക്ക് മലയാളം അറ്റ് വർക്ക്. മലയാളമാണ് ഞാൻ ജോലി സ്ഥലത്ത് ഉപയോഗിക്കാറ്. ക്ലിയർ ആയോ? ഇനി എപ്പോഴാണ് എണീക്കാറെന്ന് എങ്ങനെ ചോദിച്ചേ? വെൻ ഡു യു വേക്ക് അപ്പ്? വെൻ ഡു യു വേക്ക് അപ്പ്? അപ്പോൾ എത്ര മണിക്കാണ് കിടക്കാൻ പോകാറെന്ന് എങ്ങനെ ചോദിക്കും? ഇതേപോലെ തന്നെ വെൻ ഡു യു ഗോ ടു ബെഡ് അല്ലെങ്കിൽ ഗോ ടു സ്ലീപ്പ്. ഓക്കെ, വെൻ ഡു യു ഗോ ടു ബെഡ്? എൻ്റെ കൂടെ പറയണേ. വെൻ ഡു യു ഗോ ടു ബെഡ് അല്ലെങ്കിൽ വെൻ ഡു യു ഗോ ടു സ്ലീപ്പ്? അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ പറയും? ഐ ഗോ ടു ബെഡ് അറ്റ് 10. എല്ലാ ദിവസവും എന്ന് പറയണമെങ്കിൽ എവറി ഡേ. ഐ ഗോ ടു ബെഡ് അറ്റ് 10 every day.
അല്ലെങ്കിൽ ഐ ഗോ ടു സ്ലീപ്പ് അറ്റ് 10 എവറി ഡേ. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ എവിടെ താമസിക്കുന്നത് എങ്ങനെ ചോദിച്ചേ? വേർ ഡു യു ലിവ്? വേർ ഡു യു ലിവ്? അപ്പോൾ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എങ്ങനെ ചോദിക്കും? വേർ ഡു യു വർക്ക്? വേർ ഡു യു വർക്ക്? എവിടെയാണ് ജോലി ചെയ്യുന്നത്? മനസ്സിലായോ? ആ ഒരു 5 സെൻറ്റൻസിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയാം. അപ്പം നമ്മളിങ്ങനെ കുറേ സെൻറ്റൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. വേർ ഡു യു വർക്ക്? അപ്പോൾ ഉത്തരം എന്താ പറയുക? എവിടെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് പറയാം. ഐ വർക്ക് ഇൻ കൊച്ചി. ഐ വർക്ക് ഇൻ കൊച്ചി. അല്ലെങ്കിൽ ഞാൻ ഹൈദരാബാദാണ് വർക്കിംഗ് എങ്കിൽ ഐ വർക്ക് ഇൻ ഹൈദരാബാദ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്ത സെൻറ്റൻസ് ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു വീടുണ്ടോ എങ്ങനെ ചോദിക്കും? നിങ്ങൾക്കൊരു പൂച്ചയുണ്ടോ എങ്ങനെ ചോദിച്ചു? ഡു യു ഹാവ് കാറ്റ്സ്? അല്ലേ? നിങ്ങൾക്ക് ഒരു വീടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ് എ ഹൗസ്? ഒരു വീടാണ് എ ഹൗസ് കേട്ടോ, എ ഹൗസ്. പൂച്ചയുണ്ടോ എന്ന് ചോദിക്കാൻ ഒരു പൂച്ചയായോ 2 പൂച്ചയായോ അങ്ങനെ പൂച്ചകളുണ്ടോ എന്നാണ് ചോദിക്കുക കേട്ടോ ഇംഗ്ലീഷിൽ. ഡു യു ഹാവ് കാറ്റ്സ്? വീടുണ്ടോ എന്ന് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഡു യു ഹാവ് എ ഹൗസ്? ഒരു വീടുണ്ടോ? ഡു യു ഹാവ് എ ഹൗസ്? അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് ഐ ഹാവ് എ ഹൗസ്. എവിടെയാ? കൊച്ചിയിലാണെങ്കിൽ യെസ് ഐ ഹാവ് എ ഹൗസ് ഇൻ കൊച്ചി. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എങ്ങനെ ചോദിച്ചു? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പോൾ അതേപോലെ സെൻറ്റൻസ് ആണേ. നിങ്ങൾ പാൽ കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക്? കുടിക്കുക, ഡ്രിങ്ക്. ഡു യു ഡ്രിങ്ക് പാൽ? മിൽക്ക്. ഡു യു ഡ്രിങ്ക് മിൽക്ക്? പാൽ കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് മിൽക്ക്? അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് ഐ ഡ്രിങ്ക് മിൽക്ക്. ഇല്ലെങ്കിൽ നോ ഐ ഡോണ്ട് ഡ്രിങ്ക് മിൽക്ക്. ഓക്കെ, നിങ്ങൾ എപ്പോഴാണ് എണീക്കാറെന്ന് എങ്ങനെ ചോദിച്ചു? വെൻ ഡു യു വേക്ക് അപ്പ്? വെൻ എപ്പോഴാണ്? വെൻ ഡു യു വേക്ക് അപ്പ്? അപ്പോൾ എപ്പോഴാണ് കോളേജിൽ പോകാറെന്ന് ഞാൻ ചോദിക്കും? വെൻ ഡു യു ഗോ ടു കോളേജ്? വെൻ ഡു യു ഗോ ടു കോളേജ്? ക്ലിയർ ആയോ? ഇനി എങ്ങനെയാണ് നിങ്ങൾ കോളേജിൽ പോകാറെങ്കിലോ എങ്ങനെയാണെന്ന് ചോദിക്കാൻ ഹൗ. അപ്പോൾ നമ്മൾ വേറൊക്കെ ഉപയോഗിച്ച സ്ഥലത്ത് ഹൗ എന്നുള്ള വാക്കാണ് എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ. എപ്പോഴാണെന്ന് ചോദിക്കാൻ വെൻ. എങ്ങനെയാണ് ഹൗ. എങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്യാറ്? യാത്ര ചെയ്യുക ട്രാവൽ. എങ്ങനെയാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാറ്? ഹൗ ഡു യു ട്രാവൽ? ഹൗ ഡു യു ട്രാവൽ? അപ്പോൾ ഞാൻ ബസ്സിലാണ് പോകാറെങ്കിൽ ഐ ട്രാവൽ ബൈ ബസ്. ഐ ട്രാവൽ ബൈ ബസ്. ഓക്കെ, ആരാണ് അവൻ്റെ അമ്മ അതെങ്ങനെ ചോദിക്കും? ആരാന്ന് ചോദിക്കാൻ ഹൂ. ആരാണ് അവൻ്റെ അമ്മ? ഹൂസ് ഹിസ് മദർ? ഹൂസ് ഹിസ് മദർ? വാട്ട്സ് യുവർ നെയിം ചോദിച്ചില്ലേ? യുവർ നെയിം നിങ്ങളുടെ പേര്. അവൻ്റെ അമ്മ എന്ന് പറയാൻ ഹിസ്. ഹിസ് മദർ. മദറാണ് അമ്മ. അവൻ്റെ ഹിസ്. മനസ്സിലായോ? നിങ്ങളുടെ പേര് യുവർ നെയിം. അവൻ്റെ അമ്മ ഹിസ് മദർ. ആരാണെന്ന് ചോദിക്കാൻ ഹൂ. ഇപ്പോൾ വാട്ട്സ് യുവർ നെയിം ചോദിച്ചില്ലേ? എന്താണ് നിങ്ങളുടെ പേര്? ഇനി ആരാണ് എന്ന് ചോദിക്കാൻ ഹൂസ്. ഹൂസ് അവൻ്റെ അമ്മ. ഹൂസ് ഹിസ് മദർ? ഞാനാണ് അവൻ്റെ അമ്മ എങ്ങനെ പറയും? ഐ എം ഹിസ് മദർ. നമ്മൾ ഐ എം വിനി അങ്ങനെ പേര് പറഞ്ഞില്ലേ? അതുമാതിരി അവൻ്റെ അമ്മ ഞാനാണ്. ഞാനാണെന്ന് പറയാം ഐ എം ഹിസ് മദർ. ഓക്കെ, അടുത്തത് ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ കുട്ടിക്ക് ചേച്ചി അനിയത്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിക്കും. അതിനുള്ള വാക്കാണ് കൂടപ്പിറപ്പ് എന്ന് പറയുന്ന വാക്കാണ് സിബ്ലിങ്. സിബ്ലിങ് കേട്ടോ, പഠിച്ചു വെച്ചോളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കൂടപ്പിറപ്പുകൾ ആരെങ്കിലും ഉണ്ടോ? ഡു യു ഹാവ് സിബ്ലിങ്സ്? അപ്പോൾ പൊതുവെ നമ്മൾ കൂടപ്പിറപ്പ് എന്നുള്ള വാക്കൊന്നും ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല അല്ലേ? നമ്മൾ ചേച്ചി അനിയത്തി ആരെങ്കിലും ഉണ്ടോ നിനക്ക്? ഡു യു ഹാവ് സിബ്ലിങ്സ്? അപ്പോൾ വീടുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എ ഹൗസ്? നിനക്ക് പൂച്ചകളുണ്ടോ? ഡു യു ഹാവ് കാറ്റ്സ്? ചേച്ചി അനിയത്തി അനിയനോ ആരെങ്കിലും ഉണ്ടോ? ഡു യു ഹാവ് സിബ്ലിങ്സ്? ഡു യു ഹാവ് സിബ്ലിങ്സ്? ഇനി നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? അങ്ങനെ പറഞ്ഞേ. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? സംസാരിക്കുക സ്പീക്ക്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പോൾ അതേപോലെയാണേ. ബുക്ക് വായിക്കാറുണ്ടോ നിങ്ങൾ? ഡു യു റീഡ് ബുക്സ്? വായിക്കുക റീഡ്. ഡു യു റീഡ് ബുക്സ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് മലയാളം? ഡു യു റീഡ് ബുക്സ്? ഓക്കെ, അപ്പോൾ ഡു യു ഹാവ് സിബ്ലിങ്സിന് ഉത്തരം എന്താ പറയുക ഉണ്ടെങ്കിൽ? ഐ ഹാവ് എ സിസ്റ്റർ. അല്ലെങ്കിൽ അനിയനാണെങ്കിൽ ഐ ഹാവ് എ ബ്രദർ. അപ്പോൾ നിങ്ങൾക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ
ഐ ഹാവ് എ സിസ്റ്റർ. കുറേ സഹോദരിമാരുണ്ടെങ്കിൽ ഐ ഹാവ് 2 sisters, 2 സഹോദരിമാർ. 2 ചേട്ടന്മാരാണെങ്കിലോ ഐ ഹാവ് 2 brothers. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിന് ഉത്തരം കൊടുക്കാം. ഡു യു റീഡ് ബുക്സ്? അതിന് ഉത്തരം എന്ത് കൊടുക്കും? യെസ്, ഐ റീഡ് ബുക്സ്. ഇല്ലെങ്കിൽ ഐ ഡോണ്ട് റീഡ് ബുക്സ്. നോ, ഐ ഡോണ്ട് റീഡ് ബുക്സ്. ഇനി നിങ്ങൾ ഒരു മൃഗമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ. നിങ്ങൾക്കൊരു വാലുണ്ടോ? എങ്ങനെ ചോദിക്കും? വാലെന്ന് പറഞ്ഞാൽ ടെയിൽ. വാലുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? നിങ്ങൾക്ക് ഒരു വീടുണ്ടോ എന്ന് എങ്ങനെ ചോദിച്ചു? ഡു യു ഹാവ് എ ഹൗസ്? നിങ്ങൾക്കൊരു വാലുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ ടെയിൽ? ഡു യു ഹാവ് എ ടെയിൽ? നിങ്ങൾ എന്താണ് തിന്നാറെന്ന് എങ്ങനെ ചോദിക്കും? എന്തെന്ന് പറയാം? വാട്ട്. വാട്ട് ഡു യു ഈറ്റ്? വാട്ട് ഡു യു ഈറ്റ്? നിങ്ങൾ ഒറ്റയ്ക്കാണോ ഉറങ്ങാറ്? എങ്ങനെ ചോദിക്കും? ഡു യു സ്ലീപ്പ് എലോൺ? അവിടെ എന്താണ് ഉറങ്ങാറെന്നൊന്നുമില്ലല്ലോ. എങ്ങനെയാണോ എന്ന് ചോദിക്കാൻ ഡു യു സ്ലീപ്പ്. അപ്പോൾ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കാൻ എലോൺ. എലോൺ. ഡു യു സ്ലീപ്പ് എലോൺ? മനസ്സിലായോ? കുറച്ച് ഡിഫറെൻ്റ് ആയ സെൻറ്റൻസ് ആണ് അല്ലേ? ഇപ്പോൾ എപ്പോഴാണ് എണീക്കാറ്? വെൻ ഡു യു വേക്ക് അപ്പ്. അപ്പോൾ എപ്പോഴാണ് ചോദിക്കുക? വെൻ കഴിഞ്ഞിട്ടാണ് ഡു യു വന്നത്. പക്ഷേ എപ്പോഴാണെന്നൊന്നും ചോദിക്കണ്ട. അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് മാത്രം ചോദിക്കണമെങ്കിൽ ഡു യു വേക്ക് അപ്പ്. അതുമാതിരി നിങ്ങൾ ഒറ്റയ്ക്കാണ് ഉറങ്ങാറ്? ഡു യു സ്ലീപ്പ് എലോൺ? അപ്പോൾ ഇനി ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നോക്കാം കേട്ടോ. വാലുണ്ടോ എന്ന് എങ്ങനെ ചോദിച്ചു? ഡു യു ഹാവ് എ ടെയിൽ? അപ്പോൾ ഉണ്ടെങ്കിൽ യെസ്, ഐ ഹാവ് എ ടെയിൽ. ഇല്ലെങ്കിൽ നോ, ഐ ഡോണ്ട് ഹാവ് എ ടെയിൽ. എന്താ നിങ്ങൾ തിന്നാറെന്ന് എങ്ങനെ ചോദിച്ചു? വാട്ട് ഡു യു ഈറ്റ്? അപ്പോൾ പശു പുല്ലല്ലേ തിന്നാറ്? അപ്പോൾ പുല്ലാണ് തിന്നാറ്. ഐ ഈറ്റ് ഗ്രാസ്. ഗ്രാസ് ആണ് പുല്ല്. ഐ ഈറ്റ് ഗ്രാസ്. ഒറ്റയ്ക്കാണ് ഉറങ്ങാറെന്ന് എങ്ങനെ ചോദിച്ചു? ഡു യു സ്ലീപ്പ് എലോൺ? അപ്പോൾ അല്ല, ഞാൻ എൻ്റെ സഹോദരിമാരുടെ കൂടെയാണ് ഉറങ്ങാറ്. ഐ സ്ലീപ്പ് ആരുടെയും കൂടെയാണ് വിത്ത്. ഐ സ്ലീപ്പ് വിത്ത് മൈ സിസ്റ്റേഴ്സ്. ഐ സ്ലീപ്പ് വിത്ത് മൈ സിസ്റ്റേഴ്സ്. ഇനി നിങ്ങളൊരു പക്ഷിയാണെങ്കിൽ നിങ്ങൾക്കൊരു കൊക്കുണ്ടോ എന്ന് ചോദിക്കാം അല്ലേ? കൊക്ക് എന്താ പറയുക? ബീക്ക്. കൊക്കുണ്ടോ നിനക്ക്? എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ ബീക്ക്? ഡു യു ഹാവ് എ ബീക്ക്? നേരത്തെ പശുവിൻ്റെ അടുത്ത് ഡു യു ഹാവ് എ ടെയിൽ എന്ന് ചോദിച്ചില്ലേ? അതുമാതിരി പക്ഷിയെടുത്ത് ഡു യു ഹാവ് എ ബീക്ക്. എവിടെയാണ് നിങ്ങൾ പറക്കാറ്? അതെങ്ങനെ ചോദിക്കും? പറക്കില്ലേ പക്ഷികളാകുമ്പോൾ? അങ്ങനെ ചോദിക്കും വേ ഡു യു ഫ്ലൈ അല്ലേ? നേരത്തെ വാട്ട് ഡു യു ഈറ്റ് എന്ന് ചോദിച്ചില്ലേ? എന്താണ് നീ തിന്നാറ്? അത് എന്തെന്നായതുകൊണ്ട് വാട്ട്. എവിടെയെന്ന് വെച്ചാൽ വേർ. എവിടെയാണ് പറക്കാറ്? വേ ഡു യു ഫ്ലൈ? വേ ഡു യു ഫ്ലൈ? പറക്കുക, ഫ്ലൈ. വേ ഡു യു ഫ്ലൈ? എവിടെയാണ് താമസിക്കാറെന്ന് ചോദിച്ചില്ലേ? വേ ഡു യു ലിവ്? വേ ഡു യു ലിവ്? അതുമാതിരി എവിടെയാണ് പറക്കാറ്? വേ ഡു യു ഫ്ലൈ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താവും? കൊക്കുണ്ടോ എന്ന് ചോദിച്ചത് എങ്ങനെയാ? ഡു യു ഹാവ് എ ബീക്ക്? യെസ്, ഐ ഹാവ് എ ബീക്ക്. കൊക്കുണ്ട്. ഇല്ലെങ്കിലോ? നോ, ഐ ഡോണ്ട് ഹാവ് എ ബീക്ക്. എവിടെയാണ് പറക്കാറ്? വേ ഡു യു ഫ്ലൈ? എവിടെയാണ് ഫ്ലൈ ചെയ്യാറ്? ഐ ഫ്ലൈ ഇൻ ദ സ്കൈ. ആകാശം, സ്കൈ. ഐ ഫ്ലൈ ഇൻ ദ സ്കൈ. ഇപ്പോൾ നമ്മൾ വേ ഡു യു ലിവ് എന്ന് നേരത്തെ ചോദിച്ചപ്പോൾ ഐ ലിവ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ പക്ഷിയുടെ അടുത്ത് ചോദിക്കുകയാണ് വേ ഡു യു ലിവ്? അങ്ങനെ ചോദിച്ചാൽ പക്ഷി എന്ത് പറയും? മരത്തിൽ. ഐ ലിവ് ഇൻ എ ട്രീ. ഒരു മരത്തിൽ എന്ന് പറയാൻ ഇൻ എ ട്രീ. ഐ ലിവ് ഇൻ എ ട്രീ. ഐ ലിവ് ഇൻ എ ട്രീ. അപ്പോൾ ഇത് ക്ലിയർ ആയോ? അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഞാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റൻസുകൾ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ പഠിച്ചത് എന്താ പേര്? വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? എവിടെയാണ് താമസിക്കാറ്? അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത്? വേ ഡു യു ലിവ്? നിങ്ങൾക്ക് പൂച്ചകളുണ്ടോ? ഡു യു ഹാവ് ക്യാറ്റ്സ്? കുട്ടികളുണ്ടോ? ഡു യു ഹാവ് കിഡ്സ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ജോലി സ്ഥലത്താണെങ്കിൽ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് വർക്ക്? എപ്പോഴാണ് എണീക്കാറ്? വെൻ ഡു യു വേക്ക് അപ്പ്? എവിടെയാണ് താമസിക്കാറെന്ന് എങ്ങനെ പറഞ്ഞേ? വേ ഡു യു ലിവ്? എനിക്ക് 2 കുട്ടികളുണ്ട്. ഐ ഹാവ് 2 കിഡ്സ്. എനിക്ക് പൂച്ചയില്ല. ഐ ഡോണ്ട് ഹാവ് കാറ്റ്സ്. ഞാൻ 6 മണിക്ക് എല്ലാ ദിവസവും എണീക്കാറുണ്ട്. ഐ വേക്ക് അപ്പ് അറ്റ് 6 എവറി ഡേ. നിങ്ങൾ എന്താ ചെയ്യുന്നത്?
What do you do? What do you do? നിങ്ങൾ എന്താ തിന്നാറ്? What do you eat? നിങ്ങൾ എങ്ങനെയാ യാത്ര ചെയ്യാറ്? How do you travel? How do you travel? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? Do you speak English? നിങ്ങൾ എപ്പോഴാണ് കിടക്കാൻ പോവാറ്? When do you go to bed? അല്ലെങ്കിൽ when do you go to sleep? എവിടെയാണ് ജോലി ചെയ്യുന്നത്? Where do you work? ഇപ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഐ എം എ ഹോം മേക്കർ. നമുക്കൊരു പൂച്ച ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ക്യാറ്റ്. എന്താ തിന്നാറ്? What do you eat? What do you eat? എന്താ പറയുക? ഐ ഈറ്റ് റൈസ്. എപ്പോഴാണ് ഉറങ്ങാറ്? When do you go to bed? ഉത്തരം എങ്ങനെയാണ്? I sleep at 10 every day. അല്ലെങ്കിൽ I go to bed at 10 every day. എവിടെയാണ് വർക്ക് ചെയ്യണത്? Where do you work? ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. I work in കൊച്ചി. വീടുണ്ടോ നിങ്ങൾക്ക്? Do you have a house? നിങ്ങൾ പാൽ കുടിക്കാറുണ്ടോ? പാല് ഒഴിച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പാൽ കുടിക്കാറുണ്ടോ? Do you drink milk? എപ്പോഴാണ് കോളേജിലേക്ക് പോവാറ്? When do you go to college? When do you go to college? ആരാണ് അവൻ്റെ അമ്മ? Who? ആരാണ്? Who is his mother? Who is his mother? ഞാനാണ് അവൻ്റെ അമ്മ. I am his mother. ഞാൻ ബസ്സിലാണ് പോവാറ്. I travel by bus. നിങ്ങൾക്ക് സഹോദരി സഹോദരന്മാരാരെങ്കിലും ഉണ്ടോ? Do you have siblings? Do you have siblings? നിങ്ങൾ പുസ്തകം വായിക്കാറുണ്ടോ? Do you read books? Do you read books? അപ്പോൾ കുറേ സെൻറ്റൻസുകൾ നമ്മൾ ഇന്ന് നോക്കി. അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞ 5 സെൻറ്റൻസുകളില്ലേ, അതിൻ്റെയൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കോമൻറ്റിൽ അറിയിക്കൂ കേട്ടോ. നമുക്ക് ഇതുമാതിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ആവശ്യമായ സെൻറ്റൻസുകൾ ഇനി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പല അതിൻ്റെ വേറെ വെറൈറ്റീസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സീരീസാണ്. അപ്പോൾ ഇനി പല വീഡിയോസും ഈ സീരീസിൽ ഉണ്ടാവും, ഡെയിലി യൂസ് സെൻറ്റൻസസ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റിലൊന്ന് അറിയിക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കോഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ വെബ്സൈറ്റിലുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.